ഇന്ന് നമുക്ക് ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിക്കൻ മോമോസ് ചട്നി കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മോമോസ് ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കാദ്യം മോമോക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. പക്ഷേ ചപ്പാത്തിൻ്റെ മാവ് പോലെയല്ല, കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ഈ മാവ്. ഈ കുഴച്ചെടുത്ത മാവിനെ നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് മോമോക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ചിക്കൻ മിക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിനെ ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്ത് കുറച്ച് നെയ്യ് തടവി ഇതിനെ പരത്തിയെടുക്കാം. ഘനം കുറഞ്ഞ് പരത്തിയെടുക്കണം. ഇനി നമുക്കിതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് ഒരു ഭാഗം പ്രസ് ചെയ്ത് മടക്കി മടക്കി മുഴുവനായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ മോമോയും ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീമർ എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവി പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ മോമോ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മോമോ വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ഇതിൽ നിന്ന് മാറ്റരുത്. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം മാത്രം സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ചെറുതായി ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് ഇതിന് ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മോമോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്.
ഇനി നമുക്ക് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതിലേക്ക് 5 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി മാറ്റി ചെറുതായി ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണ് ഉള്ളത് അത് ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ മോമോയും ചട്നിയും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.